ഹലോ, അടുത്ത പാട്ടിലേക്ക് പോയാലോ? പിറ്റേ ദിവസം അപ്പോൾ എണീക്കുമ്പോഴേക്കും നീലൻ എങ്ങോട്ട് പോവാൻ റെഡിയായിരുന്നു. എങ്ങോട്ടാ നീല? നീ എണീറ്റോ? എനിക്കൊന്ന് ടൗൺ വരെ പോണം എന്ന് മൂളിക്കൊണ്ട് അപ്പോൾ നീലന് പിന്നാലെ ഉമ്മറത്തേക്ക് വന്നു. നീല ഇറങ്ങാൻ നിന്ന മുറ്റത്ത് ഒരു ഓട്ടോ നിന്ന് ഒരുമിച്ചാണ്. വല്യമ്മ! ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന പാനമ്മയെ കണ്ട നീല മുറ്റത്തേക്ക് ഇറങ്ങി വന്ന. വല്യമ്മ മാത്രല്ല കേട്ടാ, ഞാനും ഉണ്ട്. ഓട്ടോയിൽ നിന്നൊരു പെൺകുട്ടി കൂടി ഇറങ്ങി. ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. നീലൻ തൻ്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ഓട്ടോക്കാരന് കൊടുത്ത് വല്യമ്മയെ നോക്കി ചോദിച്ചു. പറയാതെ വരുന്നല്ലേ കാർത്തിക് ചേട്ട ഒരു ത്രില്ല്. ആ പെൺകുട്ടി ചിരിയോടെ പറഞ്ഞു. നിങ്ങളകത്തേക്ക് വാ. നീലൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പു മോളെ, സുഖല്ലേ നിനക്ക്? അതേ പാനമ്മ. അത് പറഞ്ഞ് അപ്പു നോക്കിയത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്കാണ്. ഇത് രമ്യയുടെ ഭർത്താവിൻ്റെ നീത്തിയാണ്, ആർദ്ര. പാനമ്മ അപ്പുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ നാളെയല്ലേ പോവുള്ളോ? ഞാൻ എന്തായാലും ടൗൺ വരെ പോയിട്ട് വരാം. നാളെയോ? ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ അല്ലേ ആൻറ്റി? ആർദ്ര ഭാനുമ്മയെ നോക്കി പറഞ്ഞു. അവരൊന്ന് ചിരിച്ചു. എന്നാൽ ഞാൻ പോയി വരാം. അപ്പുവിനെ നോക്കി നീലം പുറത്തേക്ക് പോയി. നിങ്ങളിരിക്കും, ഞാൻ ചായ എടുക്കാം. അപ്പോൾ അടുക്കളയിലേക്ക് പോയി. കുട്ടി കുളിക്കാതെയാണ് അടുക്കളയിൽ കയറിയണേ? പിന്നാലെ വന്ന് ആർദ്ര ചോദിച്ചു. നീലൻ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. പിന്നെ എൻ്റെ പേര് അപൂർണ എന്നാട്ടാ, അങ്ങനെ വിളിച്ചാൽ മതി. ഇയാളെ കണ്ടിട്ട് ഇപ്പം എനിക്ക് വന്ന പോലെ ഉണ്ടല്ലോ. കാർത്തേട്ടൻ രാവിലെ ഒരു ചായ പോലും കുടിക്കാതെയാണ് അപ്പോൾ പോവാറില്ലേ? ഏയ് അല്ല, നീലൻ രാവിലെ ചായ കുടിച്ചിട്ട് പോവാറില്ലേ? അപ്പോൾ കാർത്തേട്ടനാണ് അടുക്കളയിൽ കയറണേ? അതെ. അതിനിപ്പോൾ എന്താ? ചേച്ചി ചായ കുടിക്കി. അത് പറഞ്ഞ് അവൾ കപ്പിലെ ചായ ആർദ്രയ്ക്ക് കൊടുത്ത് മറ്റേ കപ്പുമായി ഭാനുമ്മയുടെ അരികിലേക്ക് നടന്നു. നോക്കുന്ന ക്ലാസ്സില്ലേ? ചായ വാങ്ങിക്കൊണ്ട് ഭാനുമ്മ ചോദിച്ചു. ഉണ്ട്. നീലം വന്നിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. നമ്മള് പോകാൻ റെഡി ആയിക്കോ. ശരി. അപ്പോൾ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി. അപ്പോൾ യൂണിഫോം ഇട്ട് ഇറങ്ങാൻ നേരമാണ് നീലം വീട്ടിലേക്ക് വന്നത്. കവറിൽ സാധനങ്ങൾ വഴിയാണ് അവൻ കയറി വന്നത്. അവനെ കണ്ട് ഓടിച്ചെന്ന് കവറുകൾ വാങ്ങുന്ന ആർദ്രയെ കണ്ട് അപ്പുവിന് ചെറിയ ദേഷ്യം വന്നിരുന്നു. നീ ഇത്ര നേരമായിട്ട് ഇറങ്ങിയില്ലേ? ബസ്സിന് സമയമായല്ലോ. ഇതാ ഇറങ്ങ, നീ വരാൻ കാത്തു നിന്നതാ. എന്നാ ശരി. അപ്പോൾ യാത്ര പറഞ്ഞിറങ്ങി. ഗേറ്റിനരികിലെത്തി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുറ്റത്തെ സ്റ്റെപ്പിൽ നീലൻ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നീലൻ കൈവച്ച് കാണിച്ച് അപ്പു മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. ക്ലാസ്സിലെത്തിയിട്ട് അപ്പുവിന് എന്താ അസ്വസ്ഥത തോന്നി. രാവിലെ നീലം വരുന്നതിന് മുമ്പ് ഭാനുമ്മയുടെയും ആർദ്രയുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ആർദ്ര പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ശരിക്കും ഞാനും കാർത്തിയേട്ടനായിരുന്നില്ലേ ആൻറ്റി കൂടുതൽ മാച്ച്? അവൾ പറയുന്നത് കേട്ട് ഭാനുമ്മ പുഞ്ചിരിക്കുകയും ചെയ്തു. അപ്പുവിനത് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയതും നീലൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഭാനുമ്മ വന്നതിനാൽ അവൻ ഇന്ന് എവിടേക്കും പോയിട്ടില്ല. അവൾ കോൾ ചെയ്തതോ അടുത്ത റിങ്ങിൽ കോൾ അറ്റൻഡായി. ഹലോ നീല? കാർത്തിയേട്ട ഉറങ്ങാ? മറുഭാഗത്ത് നിന്ന് ആർദ്രയുടെ ശബ്ദം കേട്ടതും അപ്പുവിന് കലി കയറി. ഇവളെന്തിനാ നീല വരുന്ന കോളെല്ലാം എടുക്കണേ? അത് ചോദിക്കുകയും ചെയ്തു. ഇയാളെന്തിനാ നീലന് വരുന്ന കോളെടുക്കണേ? അതിനെന്താ, എനിക്കെടുത്തൂടെ? അപൂർണ്ണ എന്തിനാ വിളിച്ചത്? കാർത്തിയേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അവളത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. നീലന് വന്ന കോൾ ആദ്യത്തെ റിങ്ങിൽ തന്നെ എടുക്കണമെങ്കിൽ അവൾ നീലൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അവൾ ദേഷ്യത്തിൽ ഫോൺ ബാഗിലേക്കിട്ട് ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു. അത് കണ്ട് ആദമ്മ അപ്പുവിൻ്റെ അരികിൽ വന്നിരുന്നു. ആദമ്മ കാര്യം അന്വേഷിക്കേണ്ട താമസം അപ്പു എല്ലാം അവളോട് പറഞ്ഞു. നീ ഒരു മരിച്ച് ചീപ്പാവില്ലേ? അപ്പോൾ കല്യാണം കഴിഞ്ഞ ആളെ വളയ്ക്കാൻ നടക്കുന്ന വില്ലത്തിയൊക്കെ അങ്ങ് സിനിമയിലൊക്കെ ഉണ്ടാവുള്ളൂ. അവർ കസിൻസിനെ പോലെ ആയിരിക്കും. ആ ഒരു അധികാരത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തേ. അപ്പൊ ഒന്ന് മോളെ, നീ ഇതിൻ്റെ പേരിൽ നീ ഒരു പ്രശ്നത്തിന് നിൽക്കരുതപ്പോ. ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ല, അവൾ കൈകൂപ്പി പറഞ്ഞു. ആരതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അപ്പുവിന് ആർദ്രയോട് എന്തോ ഇഷ്ടക്കേടുണ്ടായിരുന്നു. അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മറത്ത് തന്നെ ആർദ്ര ചായ കുടിക്കുന്നുണ്ട്.
അത് നീലന്റെ കപ്പാണെന്ന് കൂടെ അറിഞ്ഞതും അവൾക്ക് ആകെ വിറഞ്ഞേറി. എങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവൾ സ്വയം നിയന്ത്രിച്ചകത്തേക്ക് നടന്നു. അപൂർണയ്ക്കുള്ള ചായ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ, എനിക്കും കാർത്തിയേട്ടനും മാത്രമേ വെച്ചുള്ളൂ. ആർദ്ര പിന്നെയെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ അപ്പു കേൾക്കാത്ത ഭാഗത്തെ റൂമിലേക്ക് പോയി. അവൾ റൂമിലേക്ക് കയറി നീലൻ അവളെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് ഉയർത്തി. അവളുടെ കാതിൽ പതിയെ കടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. അവൾ തെളിച്ചുമില്ലാത്ത മൂളി. അത് കേട്ട് നീലൻ അവളെ താഴെ ഇറക്കി തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എന്താ പറ്റിയ മുഖത്തിനൊരു വാട്ടം? അവൻ അവളുടെ മുഖം കയ്യിലെടുത്തോണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അത് വെറുതെ. ഒന്നുമില്ല നീല, വെയിൽ കൊണ്ടുവന്നതിൻ്റെ ക്ഷീണം. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ? കിടന്നു, ഞാൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട. നീലം പുറത്തേക്ക് നിന്നതും അപ്പോൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നീ ഇപ്പോൾ എവിടേക്കും പോണ്ട, ഇവിടെ ഇരിക്കി. അപ്പോൾ അവന് ബെഡിലേക്ക് പിടിച്ചെത്തിയ ശേഷം ഡോർ ലോക്ക് ചെയ്ത് ബെഡിൽ വന്ന് കിടന്നു. തലവേദന ഉണ്ടടാ? നീലൻ അവളുടെ നെറുകിയ തലോടി കൊണ്ട് ചോദിച്ചു. ഇല്ല, ചെറിയൊരു ക്ഷീണം, അത്രേ ഉള്ളൂ. നീ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയോ നീല? കുറച്ച് നേരം. എന്തേ? ഇനി ഉറങ്ങുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അതെന്താ അങ്ങനെ? ഞാൻ പറയുന്നതൊക്കെ അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പോൾ ഗൗരവത്തിൽ പറഞ്ഞു. എന്നാൽ നീ ഉറങ്ങിക്കോ, ഞാൻ അപ്പം വരാം. നീ ഇപ്പം എവിടേക്കും പോണില്ല, എൻ്റെ കൂടെ ഇവിടെ കിടക്കും, മനസ്സിലായാ? അപ്പോൾ അവനെ നോക്കി ചോദിച്ചു. നീളം പുഞ്ചിരിയോടെ തലയാട്ടി.